NFHS6 എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. വളരെ ഗൗരവമുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓരോ 3 പുരുഷന്മാരിൽ ഒരാൾക്ക് പ്രമേഹം ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ 3 പേരിൽ ഒരാൾക്ക് രക്തസമ്മർദ്ദം ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ 2 സ്ത്രീകളിലും ഒരാൾക്ക് അമിതവണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ഒത്തിരി രോഗികൾക്ക് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ 10ഓളം അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദുരിതോഷം കൊണ്ടല്ല, കാരണം വർഷങ്ങളെടുത്ത് ഉണ്ടായ പ്രശ്നങ്ങളാണ് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ. നമുക്കോ നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്കോ പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ വരുന്നത് കണ്ടിട്ടുണ്ട്. അമിതമായിട്ടുള്ള ഷുഗർ കൂടിയിട്ടുള്ള പ്രമേഹം, അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, പൊണ്ണത്തൊലി കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ സ്ട്രോക്ക്, ഹൃദയത്തിലുണ്ടാവുന്ന ബ്ലോക്കുകൾ, ചില ക്യാൻസറുകൾ, ശരീരത്തിലുണ്ടാവുന്ന ചില നീർക്കെട്ടുകൾ, അതുപോലെ PCOD പോലുള്ള അസുഖങ്ങൾ. ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ വ്യത്യസ്തമായ രോഗങ്ങളായിട്ടാണല്ലോ നമുക്ക് തോന്നുന്നത്, അല്ലേ? പക്ഷെ ഇതെല്ലാം ശരിക്കും ഒരൊറ്റ കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അത് ബാക്ടീരിയ കാരണമോ വൈറസ് കാരണമോ ഒന്നും അല്ല ഉണ്ടാവുന്നത്. ഇതെല്ലാം മെറ്റബോളിക് പ്രോബ്ലംസ് കൊണ്ടാണ് മിക്ക പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഈ ഒരു മെറ്റബോളിക് പ്രോബ്ലമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതായത് ഈ രോഗങ്ങളെല്ലാം ഓരോരോ മരങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ആ മരങ്ങൾ നട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മണ്ണാണ് ശരിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ്. അത് വിഷമായാൽ ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളുടെയും മൂല കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇതിപ്പോൾ പലതും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ PCODയുടെ പേര് വരെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതൊരു മെറ്റബോളിക് അസുഖമായിട്ട് അതിപ്പോൾ ഈ ഇടയ്ക്ക് കണ്ടെത്തിയിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മെറ്റബോളിസം നമ്മൾ ശരിയാക്കിയില്ലെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ ഒന്നും മാറില്ല. ഇപ്പോൾ പ്രമേഹമാണെങ്കിലും അമിത കൊളസ്ട്രോൾ ആണെങ്കിലും അതുപോലെ ഫാറ്റി ലിവർ ആണെങ്കിലും പൊണ്ണത്തൊലി ആണെങ്കിലും എല്ലാം നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം തകർക്കുന്നതുകൊണ്ടുണ്ടാവുന്നതാണ്. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇത് 1-2 മാസം കൊണ്ട് ഉണ്ടാവുന്നതല്ല, ചിലപ്പോൾ 5-10 വർഷം കൊണ്ട് നമ്മുടെ മോശമായിട്ടുള്ള ജീവിതശൈലി കൊണ്ട് ഉണ്ടാവുന്നതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമുക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് തുടങ്ങും. ചിലപ്പോൾ ആദ്യം പ്രമേഹത്തിലായിരിക്കും വരുന്നത്, പിന്നെ അതിനുശേഷം അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ഹാർട്ട് പ്രോബ്ലം എല്ലാം അവരിൽ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പം പൊണ്ണത്തടി മാത്രമായിരിക്കും പ്രശ്നം. ഈ പൊണ്ണത്തടി കാരണം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. അതിനായിട്ടുള്ള പല മെത്തേഡുകളുണ്ട്. ഞാനൊരു 5M മെത്തേഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് 5M മെത്തേഡ്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ഒത്തിരി രോഗികൾക്ക് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ 10ഓളം അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദുരിതോഷം കൊണ്ടല്ല, കാരണം വർഷങ്ങളെടുത്ത് ഉണ്ടായ പ്രശ്നങ്ങളാണ് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസങ്ങളോളം നമ്മൾ കറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ ഏകദേശം 10ഓളം കാര്യങ്ങൾ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ ശരീരം ചെറിയ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യും. നമ്മൾ വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് മോശമായിട്ട് മാറും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോയിട്ട് മധുര പലഹാരങ്ങൾ കഴിക്കുന്നു, അല്ലെങ്കിൽ മധുര പാനീയങ്ങൾ നമ്മൾ കഴിക്കുന്നു, അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നു, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നു. വ്യായാമം ഒട്ടും എടുക്കുന്നില്ല. വളരെ മോശമായിട്ടുള്ള ജീവിതശൈലിയാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. എപ്പോഴും ഇരിക്കുകയാണ്. ഇതെല്ലാം പ്രശ്നമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജീവിതശൈലിയുള്ള രോഗങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കേരളം. NFHS6 എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. വളരെ ഗൗരവമുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓരോ 3 പുരുഷന്മാരിൽ ഒരാൾക്ക് പ്രമേഹം ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ 3 പേരിൽ ഒരാൾക്ക് രക്തസമ്മർദ്ദം ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ 2 സ്ത്രീകളിലും ഒരാൾക്ക് അമിതവണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. പണ്ടൊന്നും ഇത്രമാത്രം ഇല്ലായിരുന്നു. ഇത് വെറും കണക്കുകളല്ല, ഇത് ശരിക്കും ഒരു സാമൂഹിക മുന്നറിയിപ്പാണ്. ഇനിയും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരളത്തിൽ വളരെയധികം അസുഖങ്ങൾ കൂടും. ഒരു കുടുംബത്തെ നോക്കിയാൽ പലപ്പോഴും കാണുന്ന അവർക്ക് അച്ഛന് പ്രമേഹം, അതുപോലെ അമ്മയ്ക്ക് രക്തസമ്മർദ്ദവും പ്രമേഹവും ചിലപ്പോൾ കാണും. മകനോ മകൾക്കോ അമിതവണ്ണം ഉണ്ടാവും. ഇവരും ഇതേ അസുഖത്തിലോട്ടാണ് പോകുന്നത്. മുത്തശ്ശന് ചിലപ്പം ഹൃദ്രോഗം ഉണ്ടാവും. ഇവയെല്ലാം വേറിട്ട പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും ഇവരുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ്. ഈ വയറിലെ കൊഴുപ്പ് വെറും ഒരു സൗന്ദര്യ പ്രശ്നമല്ല. പലരും വയറ് ചാടുന്നത് ഒരു സൗന്ദര്യ പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത്. ആണുങ്ങളിൽ 90 സെന്റിമീറ്ററിൽ കൂടുതലും സ്ത്രീകളിൽ 80 സെന്റിമീറ്ററിൽ കൂടുതലാണെങ്കിൽ ഡേഞ്ചറസ് ആണ്. ഫോട്ടോയിൽ നമുക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിച്ചിട്ട് കാര്യമില്ല. ഈ കണക്കാണ് നമ്മൾ നോക്കേണ്ടത്. വയറിനുള്ളിൽ അടിഞ്ഞുകൂടിയ വിസറൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിലുള്ള മറ്റു കൊഴുപ്പിനെയും കാട്ടും ഡേഞ്ചറസ് ആണ്. മറ്റു കൊഴുപ്പ് നമ്മുടെ കയ്യിലോ അതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങളോ തുടയിലൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെയും കുഴപ്പമില്ല.
പക്ഷെ വിസറൽ ഫാറ്റ് നിരന്തരം നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഹോർമോണുകളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഹൃദ്രോഗ സാധ്യത കൂടുന്നു, നമുക്ക് ലോഞ്ചിവിറ്റി കുറയും, അതായത് നമ്മൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കില്ല. നമുക്ക് ഓരോരോ അസുഖങ്ങൾ വന്ന് പല മരുന്നുകളിലും ഡിപ്പെൻഡ് ചെയ്ത് നരകിച്ച് നമുക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മുടെ വേസ്റ്റിൻ്റെ സൈസ് നമ്മൾ നോക്കുക. ബോഡി വെയിറ്റ് അല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്, വേസ്റ്റ് സൈസാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഫാറ്റി ലിവറും ഒരു മഹാമാരിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് സ്കാനിങ് ചെയ്യുമ്പോൾ വളരെ സാധാരണമായി കാണുന്ന ഒരു കണ്ടീഷനായിട്ട് മാറിയിരിക്കുകയാണ് ഫാറ്റി ലിവർ. കാരണം മധുര പലഹാരങ്ങളാണ് നമ്മൾ കഴിക്കുന്ന മൊത്തം. അങ്ങനെ ഇൻഡസ്ട്രി മാറി. പണ്ടത്തെ ചോക്ലേറ്റ് അല്ല ഇപ്പോൾ കഴിക്കുന്ന ചോക്ലേറ്റ്. പണ്ടത്തെ ചോക്ലേറ്റിൽ കുറച്ചുകൂടെ കൊക്കോ ഉണ്ടായിരുന്നു, അത് കേടാകാതിരിക്കാനുള്ള അത്രമാത്രം കെമിക്കൽസോ മധുരമോ ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ ചോക്ലേറ്റോ ഇപ്പോഴത്തെ വരുന്ന പാക്കറ്റ് ഫുഡ്സുകളോ എല്ലാം ഹൈലി പ്രോസസ്ഡ് ആണ്. നമ്മുടെ രോഗത്തിൽ പതുക്കെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഇതെല്ലാം നോർമലായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവരും പാക്കറ്റ് ഫുഡ് പൊട്ടിക്കുന്നു, നമ്മളും പാക്കറ്റ് ഫുഡ് പൊട്ടിക്കുന്നു, നമ്മളും എടുത്ത് കഴിക്കുന്നു. അതുപോലെ എല്ലാവരും ചോക്ലേറ്റ് കഴിക്കുന്നു, എല്ലാവരും മധുര പലഹാരം കഴിക്കുന്നു. അങ്ങനെ നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഡോക്ടർ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വളരെ കാര്യമായിട്ട് എടുക്കുക, അത്രമാത്രം ആളുകൾക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ മരുന്ന് കഴിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മരുന്ന് കമ്പനികൾക്കോ ഹോസ്പിറ്റലുകൾക്കോ അതുപോലെ തന്നെ ഇത് നോക്കുന്ന ഒരാൾക്കും അത് പ്രശ്നമല്ല. കാരണം നമ്മുടെ HDL കുറയുന്നതോ നമ്മുടെ കൊളസ്ട്രോൾ കൂടുന്നതോ നമ്മുടെ LDL കൂടുന്നതോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. നമുക്ക് ഹാർട്ടിൽ ഒരു ബ്ലോക്ക് വന്നാലോ പ്രമേഹം വന്നാലോ അവർക്ക് കാരണമല്ല. നമ്മൾ ഡയാലിസിസിൽ പോയാലും അവർക്കത് വിഷയമല്ല. കാരണം അതിനുള്ള മെഷീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ പൈസ കൊടുത്ത് അത് വാങ്ങണം. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് പൂർണ്ണമായിട്ടും തടയണം. അതിനുവേണ്ടിയാണ് നമ്മൾ 5M മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ 5M മെത്തേഡിലൂടെ കംപ്ലീറ്റ്ലി നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് പോകാതിരിക്കാൻ തടയാനായിട്ട് പറ്റും. നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് തടയാനായിട്ട് പറ്റും. ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഏകദേശം 5 മെത്തേഡിലൂടെ നമുക്കത് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ഹെൽത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൽ ഡോക്ടർ ഡിയിൽ പഠിപ്പിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യാൻ നമ്മുടെ സ്റ്റാഫുകളും കൂടെ ഉണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കാരണം നമുക്ക് ഡയബറ്റീസ് വന്ന് മരുന്നുകളിൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കണം. നമുക്ക് കൊളസ്ട്രോൾ വന്ന് ജീവിതകാലം മൊത്തം പേടിച്ച് ജീവിക്കുന്നത് ഒഴിവാക്കണം. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വളരെ ആരോഗ്യപരമായിട്ട് ജീവിക്കണം. ഒരു വാർദ്ധക്യ കാലത്ത് നമുക്ക് സ്റ്റെപ്പുകൾ കയറാനോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതോ നമുക്ക് എഴുന്നേക്കാനായിട്ട് പറ്റണം. ഇപ്പം 40 വയസ്സാകുമ്പോൾ തന്നെ 60 വയസ്സ് പോലെ ആളുകളായി മാറിയിരിക്കുകയാണ്. മുഖമൊക്കെ ചുളുങ്ങി, എണീക്കാനായിട്ട് പറ്റുന്നില്ല, നടക്കാനായിട്ട് പറ്റുന്നില്ല, തറയിൽ നിന്ന് ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലോട്ട് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ പ്രശ്നമാണ്. കാരണം ഏജിങ് വളരെ വേഗത്തിലോട്ടാകും, കോശങ്ങളെ കേടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു മെറ്റബോളിക് പ്രോബ്ലമാണ്. ഈ മെറ്റബോളിക് പ്രോബ്ലത്തിനെ കറക്റ്റ് ചെയ്യാനാണ് ഈ 5M മെത്തേഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കണം, നമ്മുടെ രക്തക്കുഴലുകൾ പ്രായം ഉള്ള രക്തക്കുഴലുകൾ ആവരുത്. ഇപ്പോൾ ലോഞ്ചിവിറ്റി ആയിട്ടുള്ള എല്ലാ വിദഗ്ധരും പറയുന്ന ഒരു കാര്യം, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ സ്റ്റോപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് പ്രായമാകുന്നതും തടയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഒരു 40 വയസ്സ് 50 വയസ്സുള്ള വ്യക്തികളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും ഒരു 60 വയസ്സ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ചെറുപ്പമായിട്ട് എപ്പോഴും തോന്നണം, ചെറുപ്പമായിട്ട് ഫീൽ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ ഒരു ലോഞ്ചിവിറ്റിക്ക് കൂടെ ചേർത്തിട്ടാണ് ഈ 5M ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് പല രോഗികൾക്കും പറഞ്ഞു കൊടുത്ത് ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനും പല മരുന്നുകൾ നിർത്താനും പൊണ്ണത്തടി കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് 5M മെത്തേഡ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്റ്റാഫ് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നിയന്ത്രിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ മെഷേഴ്സും നമ്മൾ എടുക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ തടയാനായിട്ട് കഴിയും. പ്രമേഹമാണെങ്കിലും രക്തസമ്മർദ്ദമാണെങ്കിലും ഫാറ്റി ലിവർ ആണെങ്കിലും PCOD ആണെങ്കിലും ഈ പറഞ്ഞ പല അസുഖങ്ങളുടെയും മെയിൻ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. നമുക്ക് പ്രായം കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ്. വളരെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ അസുഖങ്ങളെല്ലാം നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ, നമുക്ക് മരുന്നുകൾ കുറയ്ക്കണമെങ്കിൽ, മരുന്നുകൾ ഇല്ലാതാക്കണമെന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 5M മെത്തേഡിൽ ജോയിൻ ചെയ്യുക. വളരെ എഫക്റ്റീവാണ്. അത്രമാത്രം പാടുപെട്ട് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ്. കേരളത്തിലെ ഓരോ കുടുംബത്തിനും ഇന്ന് ഏറ്റവും വലിയ ഒരു നിക്ഷേപം എന്ന് പറയുന്നത് ആരോഗ്യം തന്നെയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.